കില്ലർ ക്യാപ്റ്റൻ മില്ലർ കണ്ടു ഗൈസ്. ധനുഷിൻ്റെ ഒരു വേറിട്ട സിനിമ. ഒരു രക്ഷയില്ല. ഈ കഥ ആക്ച്വലി നടക്കുന്നത് 1930-40 കാലഘട്ടങ്ങളിലാണ്. ആൻഡ് ഐ ഷുഡ് സേ ധനുഷിൻ്റെ ആ ഒരു എന്താ പറയുക കഴിവ് ഒന്ന് എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. ധനുഷിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടറായ അരുൺ, ആ കക്ഷിയുടെ രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. കക്ഷിയുടെ പഴയ സിനിമ, ഇതിന് മുൻപ് ഇറങ്ങിയ സിനിമയും ഇതേ രീതിയിൽ തന്നെയായിരുന്നു കഥ പറച്ചിൽ. ഒരു ചാപ്റ്റേഴ്സായിട്ട് ഇതിൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ക്യാപ്റ്റൻ മില്ലറിൽ 6 ചാപ്റ്റേഴ്സായിട്ടാണ് കഥ പറയുന്നത്. റൊമാൻസിന് ചെറിയൊരു എലമെൻ്റാണ് കൊടുക്കുന്നത്. ആൻഡ് ട്രിലജിയാണ് സിനിമ. ട്രിലജിയിലെ ആദ്യത്തെ ഭാഗമാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത്. സെക്കൻഡും തേർഡിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തുടങ്ങുന്നതേ ഉള്ളൂ. സോ ഈ വർഷം അവസാനം, അടുത്ത വർഷം ഒന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും ഇറങ്ങുമെന്നുള്ളത്. സോ ഈ ഒരു സിനിമ സംസാരിക്കുന്ന ക്യാപ്റ്റൻ മില്ലറിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇതിൻ്റെ ടെയിൽ എൻഡ് അല്ലെങ്കിൽ എപ്പിലോഗ് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ട് ആ ഒരു വില്ലത്തി വേൽമതി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കസിൻ കക്ഷിയുടെ ഒരു വരവാണ്. തൻ്റെ അപ്പനെ കൊന്നതിനുള്ള ദേഷ്യം, പകയായിരിക്കും സെക്കൻഡ് ചാപ്റ്ററിൽ കാണിക്കുന്നുണ്ടാവും. നൗ ഗൈസ്, ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ധനുഷിനേക്കാളും കൂടുതൽ ശിവരാജ് കുമാർ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ വരവുണ്ട്. തുടക്കത്തിൽ ഒരു ചെറിയ ഒരു സീനോട് കൂടിയിട്ടാണ് ഞാൻ വിചാരിച്ച ഒരു ക്യാമിയോ റോൾ ആയിരിക്കും തുടക്കത്തിലുണ്ടാവുക. പക്ഷേ ക്ലൈമാക്സിനോട് ചേർന്ന് മീശയൊക്കെ വളർത്തി വലുതാക്കിയിട്ടൊരു വരവുണ്ട്. എന്താ പറയുക, ആ സിനിമയിലൊരു ഭയങ്കര ഇമ്പാക്റ്റാണ് ആ ഒരു വരവ്. ആ ഒരു സേനാഗണൻ എന്നാണെന്ന് തോന്നുന്നു ആ കക്ഷിയുടെ പേര്. ധനുഷിൻ്റെ ചേട്ടനായിട്ടാണ് കക്ഷി അഭിനയിക്കുന്നത്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കഥ ഈസ് സോ നൈസ്. എന്ത് രസമാണെന്നറിയോ കണ്ടിരിക്കാനായിട്ട്. ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. ആൻഡ് എന്താ പറയുക, നമുക്ക് ഒരു തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ ബോറടിച്ചു അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സീൻ വേറെ സിനിമയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാണിക്കാനോ വെറുപ്പിക്കാനോ ഒന്നും തോന്നാത്ത നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്. ഇത് രസമാണെന്നറിയോ. നൗ ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് ഒന്നുമല്ല. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി സ്ക്രിപ്റ്റഡ് ആൻഡ് ഫിക്ഷണൽ. ആൻഡ് ഇഷ്ടപ്പെട്ടു. ധനുഷിൻ്റെ ആ ഒരു ക്യാരക്ടർ ഈസ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ബിൽഡിങ്, തുടക്കത്തിൽ ആൾ ഭയങ്കര പാവത്താനായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഒരു മാസ്റ്റേൺ കക്ഷി, ഒരു ഡക്കോയിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ആൾക്കാരെ കൊല്ലാനുള്ള ഒരു മനസ്സിലേക്ക് വരുന്ന രീതിയൊക്കെ പറയുന്നൊരു കഥ. ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ ആൻഡ് ദി എൻറ്റയർ ടീം. എന്തായാലും സെക്കൻഡും തേർഡ് പാർട്ടിനും കട്ട വെയിറ്റിംഗ് തന്നെയാണ്. പിന്നെ ഏറെക്കുറെ നമ്മുടെ ഇപ്പോഴത്തെ സിനിമാറ്റിക് രീതികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ സെക്കൻഡും തേർഡ് പാർട്ടിലും ഇങ്ങോട്ട് ഇറക്കാം. KGF തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ സലാർ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സോ ഇത് കൊള്ളാം. ആൻഡ് ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്, പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ. ഒരു OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, റൊമാൻസിന് അധികം അങ്ങോട്ട് ടൈം കൊടുത്തിട്ടില്ല. ചെറിയ ഒരു ആസ്പെക്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടത് ഇതിലെ ഡയലോഗ്സ്. എന്തൊക്കെയോ എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തുള്ള വ്യക്തിത്വവുമായിട്ട് എന്താ പറയുക ഓർത്തെടുക്കേണ്ട അല്ലെങ്കിൽ ഇണങ്ങി ചേർക്കേണ്ട ചില ഡയലോഗ്, അർത്ഥവർത്ഥമായ ഡയലോഗ്സ് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അടുത്ത മൂവി റിവ്യൂ ആയിട്ട് വരാം. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ദിസ്. തിയേറ്ററിക്കൽ റിലീസ് തന്നെ കാണാം. OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഐ വൈൻഡിങ് അപ്പ്. Guys, catch you in the next movie review. See you guys.